പുൽക്കൂട് എല്ലാവരും ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്നതാണ് പുൽക്കൂട്. അവർക്ക് ആ കാലഘട്ടത്തിൽ ഹെറോദേസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവർ പാലസ്റ്റീനിൽ അല്ലേ തൊഴുത്തിൽ വന്നപ്പോഴത്തേക്ക് യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയം അങ്ങനെ കാലിത്തൊഴുത്താണ് അവർക്ക് അഭയമായി കിട്ടുന്നത്. അവിടെയാണ് യേശുവിനെ ജനനം നൽകുന്നത്. അപ്പോൾ കൂടെ അത് അറിഞ്ഞത് അപ്പോൾ മാലാഖമാരുടെ അറിവ് ലഭിച്ച ആടുകളുമാണ് ശരിക്കും ഈ സമയത്ത് ഉൾക്കൂട്ടിലേക്ക് ഓടിയെത്തിയ യേശുവിനെ ആദ്യം കാണുന്നതും യേശുവിൻ്റെ ദർശനം ലഭിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ കാലിത്തൊഴുത്തിലെ ആട്ടിടയന്മാർക്കാണ്. അതിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ തുടക്കം. രാജാധിരാജൻ യേശു പിറന്നു. രാജാധിരാജൻ 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 യേശു പിറന്നു. മണ്ണിനും വിണ്ണിനും ആമോദമേകി യേശു പിറന്നു. യേശു പിറന്നു. പുൽക്കൂട്ടിലുണ്ണി പിറന്നു. ഗ്ലോറിയ പാടാം
പിറന്നു, യേശു പിറന്നു, പുൽക്കൂട്ടിലുണ്ണി പിറന്നു. യേശു പിറന്നു, യേശു പിറന്നു, പുൽക്കൂട്ടിലുണ്ണി പിറന്നു. Gloria pada, Gloria pada, Gloria padida, Gloria pada, Gloria pada, Gloria padida. Hallelujah. Hallelujah, 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 Hallelujah. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വഴി മനുഷ്യകുലത്തിന് ലഭിച്ച നിത്യജീവനും മരണം വഴി ലഭിച്ച നവജീവനും ഉൾക്കൊള്ളുന്ന അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് നാം ആഘോഷിച്ചു വരുന്നത്. ക്രിസ്മസ് ട്രീയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 16-ാം നൂറ്റാണ്ടിലാണ് ഏകദേശം ക്രിസ്മസ് ട്രീയുടെ കുറിച്ചുള്ള അനുമാനം നമ്മൾ കണ്ടുവരുന്നത്. ജർമ്മനിയിലെ പൈൻമരങ്ങളിൽ ആണ്. ജർമ്മനിയിലെ പൈൻ മരങ്ങളും ചെറിയ മരങ്ങളിലും ബലൂണും ലൈറ്റുകളും ഒക്കെ നിറച്ച് ആഘോഷപരമായി അന്ന് ഒരു കൂട്ടം ആളുകൾ ഇതിനെ ഈ ചെറുമരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ആഘോഷമാണ്. അങ്ങനെ അതുവഴിയാണ് ശരിക്കും ഈ ക്രിസ്മസ് ട്രീയുടെ ആരംഭം കുറിക്കുന്നത്. ഈ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലാണ് അവർ അവരുടെ കുടുംബ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമുള്ള പാരിതോഷികങ്ങളും ക്രിസ്മസ് സമ്മാനങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ട് ഓരോരുത്തർക്കും വിതരണം ചെയ്തു എന്നുള്ളതും ഒരു ഐതിഹ്യത്തിൽ നമ്മൾ വായിച്ചറിയുന്നുണ്ട്. കുറേ ഐതിഹ്യങ്ങളുണ്ട്. യൂറോപ്പിൽ ഈ ക്രിസ്മസ് ട്രീയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത് ഒരു വനപാലകൻ കുടുംബാംഗങ്ങളുമായിട്ട് വീടിനകത്ത് ക്രിസ്മസിൻ്റെ തലേ ദിവസം നെരിപ്പോടിന് മുന്നിലിരിക്കുമ്പോൾ വാതിൽ മുട്ട് കേട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി നിസ്സഹായനായിട്ട് നിൽക്കുന്നത് കാണുകയും പുള്ളി ഈ കുട്ടിയെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അവനെ കുളിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം കിടത്തി ഉറക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം നേരം വെളുക്കുമ്പോൾ മാലാഖമാരുടെ ഗാനം കേട്ടിട്ടാണ് ഈ വീട്ടുകാർ ഉണരുന്നതും പിന്നെ ഈ വന്ന കുട്ടി ഉണ്ണീശയായിട്ട് രൂപാന്തരപ്പെട്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ഈ ഉണ്ണീശ പെട്ടെന്ന് അവരുടെ കുടിലിന് മുന്നിലുള്ള മരത്തിൽ ഒരു കമ്പ് ദേവദാരു മരത്തിലൊരു കമ്പ് ഒടിച്ച് ഇവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കടന്നു പോയെന്നും അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്മസ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നത്. പാശ്ചാത്യ മിഷണറിമാർ ഇന്ത്യയിൽ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇന്ത്യക്കാരും ആദരിച്ച് തുടങ്ങിയെന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നു. ഇപ്പോഴും പലരും പ്ലാസ്റ്റിക് ട്രീ ഉണ്ട്, പിന്നെ ബലൂൺ അലങ്കരിച്ച് വയ്ക്കുന്നു, കളിപ്പാട്ടങ്ങൾ വയ്ക്കുന്നു. പള്ളികളിൽ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിട്ട് എല്ലാവർക്കും പ്രൈസ് ഉണ്ടാകും, കുട്ടികൾക്ക് നേടിയെടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ യൂറോപ്പിൽ കൺട്രീസിലൊക്കെ ഇപ്പോഴും ഈ മരങ്ങൾ നട്ട് വളർത്തിയിട്ട് ലൈവായിട്ടുള്ള മരങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ ഒരു കഥ ഇങ്ങനെയാണ്. എല്ലാം ഐതിഹ്യമാണല്ലോ. അത്ര
3 രാജാക്കന്മാരുടെ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 രാജ്യത്തുള്ള യേശുവിൻ്റെ ജനനത്തെ ഹെറോദേസ് ശരിക്കും യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ജനിച്ച എല്ലാ കുട്ടികളെയും വധിക്കുവാനുള്ളൊരു പിന്നെ തീരുമാനമെടുക്കുന്നതും പട്ടാളക്കാരെ വിട്ട് യേശുവിൻ്റെ പ്രായത്തിലുള്ള നവജാത ശിശുക്കളെ എല്ലാവരും കൊല്ലുകയും ചെയ്യുന്നു. ഈ രാജാക്കന്മാർ ഈ രാജാവിനോടാണ് ചെന്ന് ചോദിക്കുന്നത്, ഈ ഹെറോസിനോട് ചെന്ന് ചോദിക്കുന്നത് യേശു എവിടെ ജനിച്ചതെന്ന്. രാജാക്കന്മാർക്ക് പിന്നെ അവർക്ക് വെളിപാട് കിട്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പം അവർ വരുമ്പോൾ അവർക്ക് നക്ഷത്രം അകമ്പടി സേവിക്കുന്നുണ്ട്. ഈ ഹെറോദോസ് രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രാജാവ് പറയും, നിങ്ങൾ തിരിച്ചെൻ്റെ അടുത്ത് വരണം, കുട്ടി എവിടെ ജനിച്ചതെന്ന് എനിക്ക് അറിയണമെന്ന് പറയും. പക്ഷേ ഇവർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടും, തിരിച്ച് രാജാവിൻ്റെ അടുത്ത് പോകരുത്. അങ്ങനെ രാജാക്കന്മാർ യേശുവിനെ കണ്ടിട്ട് യേശുവിന് കുന്തിരിക്കവും മീറയും ഒക്കെ സമർപ്പിച്ചിട്ട് അവർ പോവുകയാണ് തിരിച്ച്. പക്ഷേ ഹെറോദസ് രാജാവിനെ അന്ന് അവിടെ ഭരിച്ചിരിക്കുന്നത് ഹെറോദസാണ്. ഹെറോദസിൻ്റെ അരമനയിലേക്ക് ഇവർ പോകാതെ മറ്റൊരു വഴിയിൽ കൂടെ ഇവർ യാത്ര പുറപ്പെട്ടു പോകാൻ അവർക്ക് ഉറക്കത്തിൽ ദർശനം കൊടുക്കുകയാണ്, ദൈവം ദർശനം കൊടുക്കുന്നതാണ്. അതാണ് പിന്നെ മാലാഖമാരാണ് ശരിക്കും ഈ ആട്ടിടയന്മാരെ കൊണ്ടുവരുന്നത്. മാലാഖമാരെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് മാലാഖമാരെ. അതുപോലെ തന്നെ മാതാവിനെ ആദ്യം മാലാഖയാണ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. ഇങ്ങനെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖയാണ് ആദ്യം ദർശനം കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മാലാഖമാരെ നമ്മൾ ഗർഭിൽ വെക്കുന്നത് തന്നെ. യേശുവിൻ്റെ ജനനത്തിന് പിന്നെ മാതാവിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നതും അത് ഓർമ്മപ്പെടുത്തി അറിയിക്കുന്നതും ഈ മലാഖയാണ്. കാരണം മലാഖയുടെ ഒരു എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യം അറിയിക്കുകയും ദൈവത്തിൻ്റെ അഭിപ്രായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് മലാഖ വഴിയാണ്. ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. ഗബ്രിയേൽ ദൈവദൂതൻ എന്ന് പറയുന്ന മലാഖയുടെ പേരിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മലാഖമാരിൽ അവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ് ഗബ്രിയേൽ ദൈവദൂതൻ എന്ന് പറയുന്നത്. ആട്ടിടയന്മാർക്ക് ആകാശത്ത് നക്ഷത്രമാണ് വഴികാട്ടിയാൽ വരുന്നത്. പിന്നെ ഈ രാജാക്കന്മാർ പോകുന്നതും അവരൊക്കെയുള്ള വഴികാട്ട് 3 രാജ്യത്തു നിന്നുള്ള 3 രാജാക്കന്മാരാണ് യേശുവിൻ്റെ ദർശനത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴും അവർക്ക് വഴികാട്ടിയായിട്ട് വരുന്നത് ഈ നക്ഷത്രമാണ്. അതാണ് നമ്മൾ നക്ഷത്രം നോക്കുന്നത്. യേശു ഈ ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് എല്ലാവരും ഈ നക്ഷത്രങ്ങൾ എല്ലാ വീടുകളിലും നമ്മൾ ഓർമ്മ. ഈ നക്ഷത്രമാണ് വരെ ഈ യേശു ജനിച്ച ആ കാലിത്തരത്തിനടുത്ത് വരെ ഈ രാജാക്കന്മാരെയും അതുപോലെ തന്നെ ഈ ആട്ടിടയന്മാരെയും ഇത്തിരിക്കുന്ന നക്ഷത്രമാണ്. ആട്ടിടയന്മാരും വന്ന് കാണുന്നുണ്ട്, ഈശോയെ കാണുന്നുണ്ട്. ആട്ടിടയന്മാർ അതാണ് ഈ സ്റ്റാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2023 ക്രിസ്മസ് ആഘോഷങ്ങൾ STV ആയിട്ട് സംബന്ധിച്ച് പോയതിൽ വളരെ സന്തോഷമുണ്ട്. STVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകളോടൊപ്പം നവവത്സരങ്ങളും ആശംസിക്കുന്നു. നവവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.